എല്ലാവർക്കും ശ്രീമാത്രേ നമഃ. മഹിഷാസുരമർദിനി സ്തോത്രം ആണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ മഹിഷാസുരമർദിനി സ്തോത്രം എന്ന് പറയുന്നത് ദേവി മഹാത്മ്യം എന്ന് പറയുന്ന മാർക്കണ്ഡേയ പുരാണത്തിലെ 700 ശ്ലോകങ്ങളിലെ ബേസ് ചെയ്ത ചില കഥകളെ, പ്രധാനപ്പെട്ട 5 കഥകളെ ബേസ് ചെയ്തിട്ടാണ് ഈ മഹിഷാസുരമർദിനി സ്തോത്രം വരുന്നത്. നമുക്ക് ആ കഥകൾ എന്താണെന്നൊന്ന് കണ്ടിട്ട് നമുക്ക് സ്തോത്രത്തിലേക്ക് പ്രവേശിക്കാം. അപ്പൊ ഏതൊക്കെയാണ് പുരാണ കഥകൾ എന്ന് പറഞ്ഞാല്, ഒന്ന് മഹിഷാസുര വധമാണ് ആദ്യത്തത്. എന്താണ് എല്ലാം നമുക്കൊന്ന് ചെറുതായിട്ട് കണ്ടുപോവാണ്, കാരണം ഇതിലെ ശ്ലോകങ്ങളെല്ലാം ബേസ് ചെയ്തിരിക്കുന്നത് അതിനെയാണ്. അത് എന്താണെന്നൊന്ന് കണ്ടുപോവാണ്. ഇപ്പൊ മഹിഷാസുര വധം നമ്മൾ ദേവി മഹാത്മ്യം നന്നായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിലും ഈ 21 ശ്ലോകം അതിന്റെ ചെറിയ ചെറിയ സമ്മറികളാണ് അതിനകത്ത് വരുന്നത്. ദേവിയുടെ വിജയാഹ്ലാദം, ദൈത്യ ദാനവന്മാരുടെ വധം, അതിൽ ദേവിയുടെ വിജയാഹ്ലാദം, ഇതെല്ലാം അതിനകത്ത് വരുന്നുണ്ട്. അപ്പൊ ആദ്യത്തെ മഹിഷാസുര വധം എന്ന് പറഞ്ഞാല്, ദൈത്യന്മാരിൽ മുൻപനായിരുന്നു മഹിഷൻ എന്ന് പറയുന്ന അസുരൻ. ഇന്ദ്രനെ തോൽപ്പിച്ച മഹിഷാസുരൻ ത്രിമൂർത്തികളുടെ നേരെ തിരിഞ്ഞു. ഒറ്റയ്ക്കൊറ്റയ്ക്ക് കഴിവില്ലെന്ന് കണ്ട ദേവന്മാർ തങ്ങളുടെ സമഗ്രമായ തേജസ്സിന് രൂപം കൊടുത്തു. അങ്ങനെ ഒരു ദേവി രൂപം പ്രത്യക്ഷപ്പെട്ടു. ശൈവ വൈഷ്ണവ ബ്രഹ്മ തേജസ്സുകളും സൂര്യ യമ വരുണ കുബേര തേജസ്സുകളും അഗ്നി ജല വായു തേജസ്സുകളും കൂടിച്ചേർന്ന രൂപം കൊണ്ട് ആ മഹാമായയ്ക്ക് വിവിധ തരം ആയുധങ്ങൾ ഓരോ ദേവന്മാരും സമ്മാനിച്ചുവെന്നും ഹിമവാന് വാഹനമായിരിക്കുന്ന സിംഹത്തെ ഹിമവാൻ ദേവിക്ക് കൊടുത്തുവെന്നും കഥ. അപ്പൊ ദേവിയെ ജയിക്കാൻ പറ്റാത്ത മഹിഷാസുരൻ വീണ്ടും സൈന്യശേഖരം നടത്തി മഹിഷന്റെ രൂപത്തിൽ ദേവന്മാരുടെ നേരെ പാഞ്ഞെടുത്തു. ഏറ്റവും ഒടുവിൽ ക്ഷീണിച്ചു പോയ അസുരൻ ദേവിയുടെ കൈയാൽ വധിക്കപ്പെട്ടുവെന്നും എല്ലാ ദേവഗണങ്ങളും കൂടി ഭഗവതിയെ സ്തുതിച്ചുവെന്നും പ്രസാദിച്ചാൽ ഐശ്വര്യവും കോപിച്ചാൽ സർവനാശവും ഉണ്ടാക്കുന്ന അല്ലയോ മഹാമായെ, അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചാലും എന്ന് ദേവിയെ പ്രാർത്ഥിച്ചുവെന്നും അന്നും അതിൽ ദേവി മഹിഷാസുര മർദിനി എന്ന പേരിൽ അറിയപ്പെട്ടു എന്നും പറയുന്നു. മഹിഷാസുരൻ എന്ന് പറയുന്ന ദുർഗുണങ്ങളുടെ വിളനിലമായിട്ടുള്ള ഒരു അസുരന്റെ പേരിൽ പോലും മഹാമായ അറിയാനായിട്ട് സന്തോഷിക്കുകയാണ്. കാരണം തന്റെ ഭക്തനാണ്. ദേവി നേരിട്ട് വന്ന ആ ഭക്തനെ, ആ ഒരു മഹിഷാസുരന്റെ ആ ആസുരിക ശക്തിയെ, ആസുരിക വികാരങ്ങളെ ഇല്ലാതാക്കിയെങ്കിൽ മഹിഷാസുര മർദിനിയായിരിക്കുന്ന ദേവി, ആ ജഗദംബികയായിരിക്കുന്ന ദേവി എത്ര കരുണാപൂർണയാണെന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു, അല്ലെ? ദേവിയുടെ പേര് പിന്നെ അറിയപ്പെട്ടത് എന്താണ്? മഹിഷാസുര മർദിനി. ദേവിക്ക് ദേവിയുടെ സ്വന്തം നാമധേയം പോലും ഈ ഒരു അസുരനുമായിട്ട് ചേർത്ത് പറയാൻ യാതൊരു മടിയില്ല. അതാണ് അമ്മ, അതാണ് മാതൃഭാവം എന്ന് പറയുന്നത്. അപ്പോ ആദ്യത്തത് മഹിഷാസുര വധം, രണ്ടാമത്തത് മധുകൈടഭന്മാരുടെ കഥയാണ്. കൽപ്പാന്ത പ്രളയകാലത്ത് ആദിശേഷന്റെ മേൽ ഭഗവാൻ യോഗനിദ്ര കൊണ്ടുവെന്നും അപ്പോഴാണ് ഭഗവാന്റെ 2 ചെവികളിൽ നിന്ന് മധുകൈടഭന്മാർ എന്ന അസുരന്മാര് ജന്മം കൊള്ളുന്നതെന്നും അവര് അലറി വിളിച്ചുകൊണ്ടും അട്ടഹസിച്ചുകൊണ്ടും ബ്രഹ്മാവിന് നേരെ ചെന്നപ്പോൾ അദ്ദേഹം വിഷമിച്ചു. ബ്രഹ്മാവ് ആദ്യം സമീപിച്ചത് ഭഗവാന്റെ യോഗനിദ്രയാകുന്ന ദേവിയെയാണ്. അപ്പൊ ബ്രഹ്മാവ് ഇങ്ങനെ സ്തുതിക്കണു, ആ ഒരു ദുഷ്ടശിക്ഷയും ശിഷ്ടരക്ഷയും വ്രതമാക്കിയിരിക്കുന്ന അല്ലയോ ദേവി, അവിടുന്ന് എന്നോട് ആ കാരുണ്യം ഉൾക്കൊണ്ട് മധുകൈടവന്മാരെ സംഹരിക്കാനുള്ള മാർഗമരുളണേ എന്ന് ദേവിയോട് ആവശ്യപ്പെടുകയാണ് ബ്രഹ്മാവ്. അപ്പൊ ദേവി സ്വരൂപം കൈവെടിഞ്ഞ് മഹാവിഷ്ണുവിൽ ലയിക്കുകയും മഹാവിഷ്ണു അസുരന്മാരെ വെല്ലുവിളിക്കുകയും ചെയ്തുവെന്നും ആ തന്റെ വരം അവർക്ക് ആവശ്യമില്ലെങ്കിൽ പകരം തനിക്ക് വരം തരണമെന്നും ഭഗവാൻ ആവശ്യപ്പെടുന്നു. 14 ലോകവും ആ ജലഭൂതമായിരുന്നത് കൊണ്ട് അസുരന്മാർക്ക് ഒരു ഉപായം തോന്നി. ജലമില്ലാത്ത സ്ഥലത്ത് വെച്ച് തങ്ങളെ വധിച്ചു കൊള്ളാൻ മധുകൈടഭന്മാര് ഭഗവാന് വരം നൽകുകയാണ്. ഉടനെ തന്നെ മഹാവിഷ്ണു വിശ്വരൂപം കൈക്കൊണ്ട് തന്റെ തുടമേൽ വെച്ച് അവരെ വധിച്ചുവെന്ന് കഥ. അപ്പൊ അവരുടെ മേധസ് ഒന്നിച്ചുരുട്ടി പന്ത് പോലെയാക്കി ജലത്തിൽ നിക്ഷേപിച്ചു. അതുകൊണ്ടാണ് ഭൂമിക്ക് മേദിനി എന്ന പേരുണ്ടായതെന്ന് പറയുന്നു. രണ്ടാമത്തെ കഥ ഏതാണ്? മധുകൈടഭന്മാരുടെ കഥ. മൂന്നാമത്തത് രുണ്ടശുണ്ടന്മാരുടെയും ചണ്ടമുണ്ടന്മാരുടെയും കഥയാണ്. ശുംഭ നിശുംഭന്മാരോട് ഏറ്റുമുട്ടിയ പരാശക്തിയോട് ആദ്യം എതിർക്കുന്നത് ആരാണ്? ധൂമ്രലോചനനാണ്. കണ്ണിൽ നിന്ന് വിഷം വമിക്കുന്ന രശ്മിയോടുകൂടി ധൂമ്രലോചനൻ ദേവിയെ ആയുധങ്ങളെ കൊണ്ടും ആഭാസ പദങ്ങളെ കൊണ്ടും കീഴടക്കാൻ നോക്കി. ദേവിയാകട്ടെ മന്ദസ്മിതം കൊണ്ട് ശാന്തഭാവത്തോടുകൂടി ആ ഒരു യുദ്ധം ആരംഭിച്ചു. ധൂമ്രലോചനും സൈന്യത്തിനും ഭയങ്കര നാശനഷ്ടമുണ്ടായി. ശുംഭനിശുംഭന്മാരുടെ സേനാനായകന്മാരായിരുന്നു ചണ്ടമുണ്ടന്മാർ. രണ്ടുപേരും ഒറ്റയ്ക്കൊറ്റയ്ക്ക് ദേവിയോട് യുദ്ധം ചെയ്തു. ദേവി തന്റെ വൈഭവ വിശേഷം കൊണ്ട് തന്നെ പോലെ തന്നെ മറ്റൊരു ദേവിയെ ആവാഹിക്കുകയും കറുപ്പ് നിറമാർന്ന ആ ദേവിക്ക് കാളി എന്ന ഒരു പേരിടുകയും നാമധേയം കൊടുക്കുകയും ചെയ്തു.
കാളിയോട് ചണ്ടമുണ്ടന്മാരെ നിഗ്രഹിക്കാനും 2 ശിരസ്സുകളും ദേവിയുടെ പാദങ്ങളിൽ സമർപ്പിക്കുകയും ചെയ്യുന്നു കാളി. ഇത് കഴിഞ്ഞ് രുണ്ടമുണ്ടന്മാരും ദേവിയോട് എതിർക്കാനായി എത്തിച്ചേർന്നുവെന്നും അവരെയും ഭഗവതി ക്ഷണനേരം കൊണ്ട് ഭസ്മമാക്കുന്നു. ഇതാണ് രുണ്ടശുണ്ടന്മാരുടെയും ചണ്ടമുണ്ടന്മാരുടെയും കഥ. നാലാമത്തത് രക്തബീജന്റെ കഥയാണ്. ശുംഭ നിശുംഭന്മാരുടെ സേനാനായകനായിരിക്കുന്ന രക്തബീജൻ ദേവിയോട് ഏറ്റുമുട്ടാനെത്തി ഭൂമിയിൽ വീണ ഓരോ തുള്ളി രക്തത്തിലും നിരവധി രക്തബീജന്മാർ ഉടലെടുക്കട്ടെ എന്നായിരുന്നു രക്തബീജന് കിട്ടിയിരിക്കുന്ന വരം. ഇതറിയാവുന്ന ദേവി വീണ്ടും ഭദ്രകാളിയെ ആവാഹിക്കുകയും രക്തബീജന്റെ മുറിവിൽ നിന്ന് ഇറ്റിറ്റ് വീഴുന്ന രക്തം ഭൂമിയിലെത്താതെ കുടിക്കാൻ ദേവി പറഞ്ഞു. ദേവി ഭൂമിയിൽ വീഴാതെ രക്തം കുടിക്കാൻ ആവശ്യപ്പെടുകയാണ്. കാളി ദേവി എന്ത് ചെയ്തു? തന്റെ സ്വയം തന്റെ നാവ് പുറത്തേക്ക് നീട്ടി ഈ ഓരോ തുള്ളി ചോരയും ഭൂമിയിൽ വീഴുന്നതിന് മുമ്പ് തന്നെ അട്ടഹസിച്ചുകൊണ്ട് രക്തബീജനെ പൊതിഞ്ഞ് അനേക കാലത്തെ യുദ്ധം കൊണ്ട് ആ രക്തപ്രവാഹം മുഴുവനും ദേവി കുടിച്ചു വറ്റിച്ചു, കാളി ദേവി. അപ്പോൾ രക്തം വറ്റിപ്പോയ രക്തബീജനെ ദേവി നിഷ്പ്രയാസം വധിച്ചു എന്ന കഥ. അഞ്ചാമത്തത് ശുംഭ നിശുംഭ വധമാണ്. ദേവന്മാരെ തോൽപ്പിച്ച് ത്രിലോകങ്ങളുടെ ആധിപത്യം കൈയടക്കിയ ശുംഭനിശുംഭന്മാരെ സംഹരിക്കാൻ വഴിയൊന്നും കാണാത്ത ദേവഗണങ്ങള് ആദിപരാശക്തിയുടെ മുമ്പിലെത്തി സ്വതവേ സൗമ്യവും രോഷം കൊണ്ടാൽ രൗദ്രയുമായിട്ടുള്ള അല്ലയോ ആശ്രിത വത്സലയായിരിക്കുന്ന ഭഗവതി, ധർമ്മ സംസ്ഥാപനം അത്യാവശ്യമായി തീർന്നിരിക്കുന്നു എന്ന് ദേവിയോട് പറയുകയാണ്. അപ്പോൾ അവരുടെ മുമ്പില് ഉമാമഹേശ്വരി കൗശികി എന്ന പേരിൽ പ്രത്യക്ഷപ്പെട്ടു. ആ ഒരു ദേവനിയോഗപ്രകാരം കൗശികി ദേവി ഒരു മോഹിനിയുടെ വേഷം കൈക്കൊണ്ടുവെന്നും പർവ്വത സാനുക്കളില് വിന്ധ്യാപർവ്വത വാസിനിയായിട്ട് പ്രത്യക്ഷപ്പെട്ട ദേവി അവിടെ ഒരു സ്വർണ്ണ ഊഞ്ഞാലില് ആടാൻ തുടങ്ങി. ശുംഭ നിശുംഭന്മാര് ദേവിയെ വിവാഹ അഭ്യർത്ഥനയുമായിട്ട് സമീപിച്ചു. ദേവിയുടെ വ്യവസ്ഥ യുദ്ധത്തിൽ തന്നെ ജയിച്ചാൽ അവരെ വിവാഹം കഴിക്കാമെന്നായിരുന്നു. ശുംഭനും നിശുംഭനും വേറെ വേറെ ദേവിയോട് ഏറ്റുമുട്ടി ദേവിയെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ബ്രഹ്മാവ് ബ്രഹ്മാണി എന്ന തന്റെ ചൈതന്യത്തെയും വിഷ്ണു വൈഷ്ണവിയെയും സുബ്രഹ്മണ്യൻ കൗമാരിയെയും സന്നിധിയിൽ എത്തിച്ചു. ധൂമ്രലോചനെയും ചണ്ടമുണ്ടനെയും രക്തബീജനെയും ഒരു മരിച്ചത് കണ്ട് വീണ്ടും ശുംഭനിശുംഭന്മാര് യുദ്ധം ആരംഭിക്കുന്നു. ആദ്യം ശുംഭനും പിന്നെ നിശുംഭനും ദേവിയുടെ വാളിനിരയായി. ദേവിയുടെ കോപം തണുക്കുന്നതിനായിട്ട് ദേവഗണങ്ങള് സഹസ്രനാമാർച്ചന തുടങ്ങി. ദേവി പ്രസന്ന വദനയായിട്ട് ദേവന്മാരെ അനുഗ്രഹിച്ച് പറഞ്ഞയച്ചു. ഇങ്ങനെയുള്ള 5 കഥകളെ ബേസ് ചെയ്തിട്ടാണ് നമ്മള് ഈ പറയുന്ന മഹിഷാസുരമർദിനി സ്തോത്രം എന്ന് പറയുന്ന 21 ശ്ലോകങ്ങൾ രചിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മള് ആദ്യത്തെ ശ്ലോകം കണ്ടു. എന്നാലും ആദ്യം മുതലൊന്ന് പറഞ്ഞു പോവാണ്. ആദ്യത്തെ രണ്ടാമത്തെയും ശ്ലോകമാണ് നമ്മൾ കണ്ടത്. ഐഗിരി നന്ദിനി എന്നുള്ളത്. ഐഗിരി നന്ദിനി നന്ദിത മേദിനി വിശ്വവിനോദിനി നന്ദിനുദേ ഗിരിവര വിന്ധ്യ ശിരോനിധി വാസിനി വിഷ്ണു വിലാസിനി ജിഷ്ണുനുദേ ഭഗവതി ഹേശിതി കണ്ഠ കുടുംബിനി ഭൂരി കുടുംബിനി ഭൂരി കൃതേ ജയ ജയ ഹേ മഹിഷാസുരമർദിനി രമ്യകപർദിനി ശൈലസുതേ. പർവ്വതനന്ദിനിയായ അല്ലയോ ദേവി, അപ്പൊ ലോകത്തെ എല്ലാം ആനന്ദം നൽകുന്ന, ലോക സംരക്ഷണം കൊടുക്കുന്ന, ഇതൊരു വിനോദം മാത്രമായിട്ട് കാണുന്ന, നന്ദികേശ്വരനാൽ സ്തുതിക്കപ്പെടുന്ന, വിന്ധ്യ പർവ്വത ശൃംഗത്തിൽ കുടികൊള്ളുന്ന, വൈഷ്ണവ ചൈതന്യം നിറഞ്ഞ, അർജുനനാൽ സ്തുതിക്കപ്പെട്ടവളും ശിവപത്നിയും ഭക്തജന ഗൃഹങ്ങളിലെല്ലാം ഐശ്വര്യം നിറയ്ക്കുന്നതും ജഡാധാരിണിയും ഹിമവത് പുത്രിയുമായിരിക്കുന്ന മഹിഷാസുരമർദിനിയുമായ അല്ലയോ ഭഗവതി, അവിടുന്ന് മേൽക്കുമേൽ ജയിക്കട്ടെ. രണ്ടാമത്തത് സുരവര ഹർഷിണി ദുർധരധർഷിണി ദുർമുഖമർഷിണി ഹർഷരതേ ത്രിഭുവന പോഷിണി ശങ്കരതോഷിണി കിൽബിഷമോഷിണി ഘോഷരതേ ധനുജ നിരോഷിണി ദിതിസുതരോഷിണി നിർമ്മദശോഷിണി സിന്ധുസുതേ ജയ ജയ ഹേ മഹിഷാസുരമർദിനി രമ്യകപർദിനി ശൈലസുതേ. അപ്പൊ തുടർച്ചയായിട്ട് അസുര നിഗ്രഹം ചെയ്തുകൊണ്ട് ദേവന്മാർക്ക് സന്തോഷം പകരുന്നവളും ദുസ്സഹമായിരിക്കുന്ന തേജസ്സോടു കൂടിയവളും ദുർമുഖനെ തോൽപ്പിച്ചവളും ഭക്തജന സംരക്ഷണത്തില് ആനന്ദം അനുഭവിക്കുന്നവളും ത്രിലോകങ്ങളെയും രക്ഷിക്കുന്നവളും ശ്രീ ശങ്കരനെ സന്തോഷിപ്പിക്കുന്നവളും ഭക്തന്മാരുടെ, അതായത് ഭക്തജനങ്ങളുടെ പാപത്തെ നശിപ്പിക്കുന്നവളും സാഗരപുത്രിയുമായിരിക്കുന്ന അല്ലയോ മഹാലക്ഷ്മി, അവിടുന്ന് ജഡാധാരിണിയാണ്. ഹിമവൽ പുത്രിയും മഹിഷാസുരമർദിനിയുമായ അല്ലയോ ദേവി,
അവിടുന്ന് എന്നും വിജയിച്ചരുളിയാലും. ഇതുവരെയാണ് നമ്മൾ 2 ശ്ലോകങ്ങളാണ് കണ്ടത്. മൂന്നാമത്തെ ശ്ലോകം. ഐ ജഗദംബ മദംബ കദംബ വനപ്രിയ വാസിനി ഹാസരതേ ശിഖരി ശിരോമണി തുംഗ ഹിമാലയ ശൃംഗ നിജാലയ മധ്യഗതേ മധുമധുരേ മധു കൈഡഭ ഗർജിനി കൈഡഭ ഭഞ്ജിനി രാസരതേ ജയ ജയ ഹേ മഹിഷാസുര മർദിനി രമ്യകപർദിനി ശൈലസുതേ. ഇതില് കുറച്ച് വാക്കുകൾ ചില ബുക്കുകളിൽ വ്യത്യാസമുണ്ട്. മധു കൈഡഭ ഗർജിനിക്ക് പകരം ഭഞ്ജിനി എന്ന് വരും. ചില വാക്കുകൾ അത് ചില പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആണ്. ചില എന്താ പറയാ അക്ഷരങ്ങൾ അങ്ങനെയാണ് വരുന്നത്. എൻ്റെ കയ്യിൽ 3 ബുക്കുണ്ട്. 3 ബുക്കിലും ചില വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിച്ചോണ്ടാൽ മതി. അതിൽ തെറ്റായിട്ടൊന്നുമില്ല. ഗർജിനി എന്ന് പറഞ്ഞാൽ ഗർജിക്കുന്നവളെ, മധു കൈഡഭന്മാരെ വധിച്ചിട്ട് ഗർജിക്കുന്നവളെ എന്നുള്ള അർത്ഥം അത്രേ വരുള്ളൂ. കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അർത്ഥത്തിന്റെ മാറ്റം മാത്രമേ ഉള്ളൂ. എന്നാലും ടോട്ടാലിറ്റിയിൽ വരുമ്പം ഒരേ അർത്ഥം തന്നെയാണ് വരുന്നത്. നമുക്ക് നോക്കാം. ജഗദംബ, ഐ ജഗദംബ. ഐ എന്ന് പറഞ്ഞാൽ എപ്പോഴും ആലോചിച്ചോണം, അല്ലയോ അമ്മേ, അമ്മാന്ന് വിളിക്കുക, ഒരു കുഞ്ഞമ്മയെ വിളിക്കുന്ന പോലെ. ജഗദംബ, ഈ ലോകത്തിന്റെ മുഴുവനും മാതാവായിട്ടിരിക്കുന്നവളെ. മദംബ, എന്റെ അമ്മേ. അവിടെയാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്. ഓരോരുത്തർക്കും നമ്മുടെ അമ്മയാണ് അല്ലെ, അത് ഇമ്പോർട്ടന്റ് ആണ്. കാരണം നമ്മൾ അമ്മയില്ലാത്ത അനാഥരല്ല. അമ്മ മരിച്ചു, നമ്മുടെ ഫിസിക്കലായിട്ട് നമുക്ക് ജന്മം തന്ന അമ്മ ചിലപ്പോൾ ഈ ഭൂമിയിൽ ഉണ്ടായിരിക്കില്ല, ചിലപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നില്ലായിരിക്കാം. പക്ഷെ നമുക്ക് അമ്മയുണ്ട്, നമ്മളെ അനാഥരാണ്. അതുകൊണ്ട് എന്താ വിളിക്കുന്നത്? മദംബ, എന്റെ അമ്മേ. കദംബ വനപ്രിയ വാസിനി, കടമ്പ് വൃക്ഷം നിറഞ്ഞ വനത്തില് താമസിക്കാൻ ഇഷ്ടപ്പെടുന്നവളെ. ഹാസരതെ, സന്തോഷത്തിൽ മുഴുകിയവളെ. ദേവിക്ക് യുദ്ധസമയത്ത് മാത്രമേ കോപമുള്ളൂ. നമ്മൾ എപ്പോഴും ദേവിയുടെ മൃദു മന്ദഹാസമാണ് കാണുന്നത്. മറ്റുള്ളപ്പോ എല്ലാം ദേവി എന്താണ്? പൂർണ്ണ സന്തോഷവതിയാണ് അല്ലെ. ദേവിക്ക് സന്തോഷം, ആനന്ദമയ സ്വരൂപിണിയാണ്. ആനന്ദമയ ചക്രത്തില് ആനന്ദമാകുന്ന കൊടിക്കൂറയോടുകൂടിയ ആനന്ദ സ്വരൂപിണിയാണ് ദേവി. അപ്പൊ ദേഷ്യം വരുന്ന എന്തിനാണ്? ആ ഒരു ദുഷ്ടരെ സംഹരിക്കാനായിട്ട്. ആ ദുഷ്ട നിഗ്രഹത്തിന് വേണ്ടി മാത്രമാണ് അമ്മ കോപം അഭിനയിക്കുകയാണ്. അവിടെ അമ്മയ്ക്ക് കോപമുണ്ടോ? ദേവി ശരിക്കും മഹിഷമർദിനിയുടെ ആ പടം നോക്കൂ. ആ ഒരു ശൂലം കുത്തി ഇറക്കുമ്പോ പോലും അമ്മയുടെ മുഖത്ത് സന്തോഷമാണ്. എന്താ അമ്മയുടെ സന്തോഷത്തിന് കാരണം? ഒരു ജീവനെ അവന്റെ ശരീരത്തിൽ നിന്ന് രക്ഷിച്ച് തന്നിലേക്ക് ചേർക്കുകയാണ്. അവന്റെ യഥാർത്ഥ സ്വരൂപത്തെ കാണിച്ചു കൊടുക്കുകയാണ് ജഗദംബിക. ശിഖരി ശിരോമണി തുംഗ ഹിമാലയ ശൃംഗ നിജാലയ മധ്യഗതേ. പർവ്വത ശ്രേഷ്ഠനായിരിക്കുന്ന ഹിമാലയത്തിന്റെ കൊടുമുടികളുടെ മധ്യത്തിലുള്ള ഗൗരി ശിഖരത്തില് വസിക്കുന്നവളെ. മധു മധുരേ, സർവത്ര മാധുര്യത്തോടു കൂടിയവളെ. രൂപവും ഭാവവും, അമ്മയുടെ രൂപം എന്താ? അതിമധുരാണല്ലേ. കാണുമ്പോ എന്തോ ഒരു ഭംഗിയാണ് അമ്മേ. സന്തോഷത്തോട് കണ്ണെടുക്കാൻ പറ്റാത്ത സൗന്ദര്യ സ്വരൂപിണി അമ്മ. അതാണ് മധുമധുരേ. ഇത്രയും ഭംഗിയുള്ള മധുരമായിട്ടുള്ള ആകാരത്തോടു കൂടിയവളെ. ആ ഭാവമോ സദാ പുഞ്ചിരിച്ചുകൊണ്ട് കരുണാർദ്രമായ മിഴികളോടുകൂടി തന്റെ ഭക്തരെ, തന്റെ മക്കളെ നോക്കുന്ന അമ്മ. അപ്പൊ ആ സൗന്ദര്യവും ആ കാണുന്ന രൂപവും അമ്മയുടെ ആ പ്രകടമായിരിക്കുന്ന ഭാവവും, അതാണ് മധുമധുരം. രണ്ടും മധുരാണ്. രണ്ടും കൂടെ ചേരുമ്പോ എന്താ? ഏത് ദുഃഖത്തിൽ നടക്കുന്ന ഒരു ഭക്തന് അല്ലെങ്കിൽ ഒരു മകൾക്ക്, തന്റെ കുഞ്ഞുങ്ങൾക്ക് ആ മുഖം ഒന്ന് കാണുമ്പോ വളരെയധികം ആശ്വാസമാണ്. രൂപവും ഭാവവും. നല്ല ഭംഗിയുള്ള രൂപത്തില് വളരെ ദേഷ്യത്തിലിരുന്ന നമുക്ക് ഇഷ്ടപ്പെടുമോ? ഇല്ല. നമ്മുടെ വിഷമം, ദുഃഖത്തില് ആ ചുട്ടു നീറുന്ന മനസ്സോടുകൂടി ഓടിച്ചെന്ന് അമ്മാന്ന് വിളിക്കുമ്പോ കരുണയോടുകൂടി ആ സൗന്ദര്യത്തിടമ്പായിരിക്കുന്ന ദേവി തന്റെ മകളെ അല്ലെങ്കിൽ മകനെ ചേർത്ത് പിടിക്കുകയാണ്. അതാണ് മധുമധുരേ. മധു കൈഡഭ ഗർജിനി, മധു കൈഡഭന്മാരുടെ ആ ഒരു യോജിച്ച ഗർജനത്തെ പോലെ ആ ഒരു മധുകൈഡഭന്മാരുടെ ഗർജനം, അവര് വെല്ലുവിളിക്കുകയാണ് യുദ്ധത്തിന് ദേവിയെ. അതിനെ നിസ്സാരമാക്കുന്ന വിധത്തിൽ ഗർജിക്കാൻ കഴിവുള്ളവളെ. അവരെ എത്ര ഉച്ചത്തിൽ ഗർജിക്കുന്നോ അതിനേക്കാളും ഉച്ചത്തില് അവരുടെ ഗർജനത്തെ അടക്കിക്കൊണ്ട് വിളിക്കാൻ കഴിവുള്ള അല്ലയോ അമ്മേ. കൈഡഭ ഭഞ്ജിനി, മേൽപ്പറഞ്ഞ മധുകൈഡഭന്മാരെ നിഗ്രഹിച്ചവളെ. രാസരഥേ, രാസരഥ എന്ന് പറഞ്ഞാൽ യുദ്ധം എന്ന വീരസാഹസിക യജ്ഞത്തില് ആനന്ദം കാണുന്നവളെ. അപ്പൊ മുഴുവനായിട്ടുള്ള അർത്ഥം എന്താണ്? എന്റെ അമ്മയും ലോകമാതാവുമായ അല്ലയോ ദേവി, അവിടുന്ന് ഈ കടമ്പ് വനത്തില് താമസിക്കാൻ ഇഷ്ടപ്പെടുന്നവളാണ്. ഹിമാലയ ശിഖരത്തിൽ കുടികൊള്ളുന്നവളാണ്. അല്ലയോ അമ്മേ, അമ്മയുടെ ഇഷ്ടവാസം ഹിമാലയത്തിലാണല്ലോ. കൂടാതെ
മധുകൈടഭന്മാരോട് ഏറ്റുമുട്ടി അവരെ ഹിംസിക്കുകയും അത്തരം യുദ്ധങ്ങളിൽ സന്തോഷിക്കുകയും ചെയ്യുന്നുണ്ടല്ലോ ജടാധാരിണി. അതാണ് രമ്യകബർദിനി. എപ്പോഴും ആലോചിച്ചോണം, കബർദം എന്ന് പറഞ്ഞാൽ ശിവന്റെ ജടയാണ്. എപ്പോഴാണോ ശിവൻ ജട ധരിച്ചത് ദേവിയും അതുപോലെ ജട ധരിക്കാൻ തുടങ്ങിയെന്നാണ്. അപ്പൊ ജടാധാരിണിയും ഹിമവത് പുത്രിയുമായ മഹിഷാസുരമർദ്ദിനിയുമായിരിക്കുന്ന ദേവി അങ്ങ് അമ്മ മേൽക്കുമേൽ വിജയിക്കട്ടെ. എന്താ വിജയിക്കാൻ കാരണം? വിജയിക്കട്ടെ എന്ന് പറയാൻ നമ്മളെല്ലാവരും ജീവിതത്തിൽ പരാജയപ്പെടും പല അവസരങ്ങളിലും. ഈ അമ്മയുടെ ദർശനമുണ്ടെങ്കിൽ, ഈ അമ്മയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ഞങ്ങൾക്കും വിജയം കിട്ടും. കാരണം അമ്മയ്ക്ക് വിജയം മാത്രമേ ഉള്ളൂ ഈ പ്രപഞ്ചത്തില്. അമ്മയ്ക്ക് ഇന്ന് വരെ തോൽവിയില്ല. എന്താ? ഈ പ്രപഞ്ചത്തിലെ പ്രപഞ്ചം എല്ലാം അമ്മ ഉണ്ടാക്കിയതാണ്. അതുകൊണ്ട് അമ്മ എന്നും വിജയിക്കട്ടെ. ഈ പാവപ്പെട്ട ഞങ്ങൾ ഓരോരുത്തർക്കും ദുഃഖം വരുമ്പോ അമ്മയുടെ ആ ഒരു തണലിൽ ഞങ്ങൾ അഭയം പ്രാപിക്കട്ടെ. ഞങ്ങൾക്കും അതിലൂടെ വിജയം കിട്ടട്ടെ. ഇതാണ് നമ്മൾ പറയുന്നത്. ഭക്തന്മാരതാ പറയുന്നത്. കാരണം അമ്മയ്ക്ക് വിജയം മാത്രമേ ഉള്ളൂ. തോൽവി എന്തെന്നറിഞ്ഞിട്ടില്ലാത്ത അമ്മയില് അഭയം പ്രാപിക്കുമ്പോൾ ഞങ്ങൾക്കും വിജയം മാത്രമേ ഉള്ളൂ. ദേവിക്ക് കടമ്പ് വൃക്ഷത്തോട് ദേവിക്ക് വളരെ പ്രത്യേക താല്പര്യമാണ്. വിന്ധ്യാപർവ്വതം പോലൊരു ഹിമാലയ ശൃംഗം സ്വന്തം വസതിയായിട്ടാണ് ദേവി കാണുന്നത്. അപ്പൊ ഭഗവാൻ മഹാവിഷ്ണുവിന്റെ ചെവിയിൽ നിന്ന് ഉത്ഭവിച്ചതാണ് ഈ മധുകൈടഭന്മാരെന്ന് പറയുന്ന അസുരന്മാര്. ജനനശേഷം അവര് ഏറ്റുമുട്ടുന്നത് ആരോടാ? മഹാവിഷ്ണുവിനോട് തന്നെയാ. ഒന്ന് ചിന്തിച്ചു നോക്കൂ. സ്വന്തം കർണമലത്തിൽ നിന്നുണ്ടായ രണ്ട് അസുരന്മാര് ഭഗവാനോട് തന്നെ ഏറ്റുമുട്ടുക. ഇതല്ലേ നമുക്ക് സംഭവിക്കുന്നത്? നമ്മുടെ വികാരങ്ങള്, നമ്മുടെ ഉള്ളിലുള്ള രാഗദ്വേഷങ്ങള് നമുക്ക് തന്നെ കർമ്മപാശമായിട്ട് പരിണമിക്കുകയാണ്. അവ നമ്മളോട് തന്നെ യുദ്ധം ചെയ്യണു. എങ്ങനെയാ യുദ്ധം? നമുക്ക് ജന്മങ്ങളെ തന്നുകൊണ്ട്. തന്നിൽ നിന്ന് ഉത്ഭവിച്ച ഇവരെ താൻ തന്നെ വധിക്കുന്നത് അനുചിതമാണെന്ന് തോന്നിയ ഭഗവാൻ ദേവിയുടെ സഹായം അഭ്യർത്ഥിക്കുക. കാരണം ദേവി നമ്മുടെ ഉള്ളിലാണ്. നമ്മളിൽ നിന്ന് ഉണ്ടാകുന്ന വികാരങ്ങളെ നശിപ്പിക്കാൻ ആരുടെ അടുത്ത് പോകണം? അത് നമ്മുടെ തന്നെ വികാരങ്ങളാ. അപ്പൊ നമ്മൾ തന്നെ നശിപ്പിക്കണം, ഇല്ലേ? അപ്പൊ ഞാൻ എന്ന് പറയുന്ന ആ ഒരു ശക്തി സ്വരൂപിണി, ആ ശക്തി നമ്മുടെ ഉള്ളിലാണെന്ന് തിരിച്ചറിഞ്ഞാലേ നമുക്ക് ദേവിക്ക് ശരണാഗതി ചെയ്യാൻ സാധിക്കൂ. അതുകൊണ്ടാണ് ദേവി നമ്മൾക്ക് ശരണാഗതി ചെയ്യാൻ പറയുന്നത്. കാരണം ഈ വികാരങ്ങള്, ഈ മധുകൈടഭന്മാര്, ശുംഭനിശുംഭന്മാര് എല്ലാം നമ്മുടെ ഉള്ളിലെ വികാരങ്ങളാണ്. അത് ഓരോ അസുരന്റെ രൂപം ധരിച്ച് പുറത്തു വന്ന് നിൽക്കുക. ഈ കർമ്മങ്ങൾ, നമ്മൾ ഈ ആസുരിക കർമ്മങ്ങളാണ് നമ്മുടെ പാപങ്ങൾ എന്ന് പറയുന്നത്. പാപങ്ങളാണ് നമ്മുടെ സഞ്ചിത കർമ്മങ്ങളായിട്ട് പുണ്യ പാപങ്ങളാകുന്ന രണ്ട് സഞ്ചിയിൽ ചെന്ന് വീഴുന്നത്. അപ്പൊ ഈ പുണ്യം എന്താ? ഈ ദേവിയെ നമ്മൾ ഉപാസിക്കുമ്പോൾ ഈ ദേവി തന്നെ നമ്മുടെ ആ പാപങ്ങളെ ഇല്ലാതാക്കാൻ നമ്മളെ സഹായിക്കുന്നു. അപ്പൊ നമ്മുടെ ഉള്ളിൽ, അതാണ് ഈ മഹാവിഷ്ണുവിന്റെ കഥയ്ക്ക് ഇത്രയും പ്രാധാന്യം. അദ്ദേഹം ഉറങ്ങിക്കിടന്നപ്പോ, അദ്ദേഹം യോഗനിദ്രയിൽ കിടന്നപ്പോ, നമുക്ക് താമസിക ഗുണം ഉണ്ടാകുമ്പോ, നമുക്ക് അജ്ഞാനം ഉണ്ടാകുമ്പോ, നമുക്ക് അറിവില്ലായ്മ വരുമ്പോ നമ്മുടെ തന്നെ വികാരങ്ങള് നമുക്ക് ശത്രുക്കളായിട്ട് തീരണു. അപ്പൊ ദേവി എന്താണ്? ആ ഒരു ഭഗവാൻ ദേവിയുടെ സഹായം അഭ്യർത്ഥിച്ചപ്പോ ദേവി അവരെ ഭ്രമിപ്പിച്ചു എന്നാണ് പുരാണം. മധുകൈടഭന്മാരെ ഭ്രമിപ്പിക്കുക, പിന്നീട് ഭഗവാൻ തന്നെ നിഗ്രഹിച്ചു എന്നാണ് നമ്മൾ കഥ കണ്ടു. അപ്പൊ ദേവിയുടെ സൗന്ദര്യം എന്ന് പറയുന്നത് തേൻ പോലെ മധുരമാണ്. പാലാഴി മഥനത്തിൽ മോഹിനിയാണ് നമുക്ക് ഇവിടെ ഓർമ്മ വരണത്. കാരണം ആ മോഹിനിയാണ് എന്താ? അമൃത് കിട്ടിക്കഴിഞ്ഞപ്പോ ദേവന്മാരെയും അസുരന്മാരെയും ഒരുപോലെ മോഹിപ്പിച്ചുകൊണ്ട് ഒരു തുള്ളി അമൃത് പോലും അസുരന്മാർക്ക് കൊടുക്കാതെ, കാരണം ആസുരിക ശക്തി വളർത്താതെ എല്ലാം ദേവന്മാർക്ക് കൊടുക്കാൻ സഹായിച്ച വിഷ്ണുവിന്റെ രൂപമാണ് മോഹിനി, അല്ലെ? അപ്പൊ ദേവിയുടെ സൗന്ദര്യം ലഹരി പിടിപ്പിക്കുന്നതാണെന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പൊ ശങ്കരാചാര്യ സ്വാമികളുടെ സൗന്ദര്യ ലഹരി, അതൊരു ലഹരിയാണ് അമ്മയുടെ സൗന്ദര്യം. ആ ഒരു ലഹരി എന്ന് പറഞ്ഞാൽ എന്താ? ആത്മീയതയാണ്. നമ്മുടെ ആത്മാവിനെ അറിയുമ്പോഴാണ് ലഹരി കിട്ടുക. ബാഹ്യ വസ്തുക്കളിൽ ഒന്നും അത് കിട്ടില്ല. അപ്പൊ ആത്മാവിനെ അറിയുക എന്ന് പറയുന്ന ഏറ്റവും കൊടുമുടിയിലിരിക്കുന്ന, ശൃംഗത്തിലിരിക്കുന്ന ആനന്ദം. ഏതാ ശൃംഗം? സഹസ്രാര പത്മം, അല്ലെ? അപ്പൊ അവിടെ ശിവശക്തി ഐക്യത്തിൽ വരുന്ന ആനന്ദമാണ് ലഹരി എന്ന് പറയുന്നത്. ആ ലഹരിയാണ് അമ്മ. ആ ലഹരി അറിഞ്ഞവന് പിന്നെ വേറെ ഒരു ലഹരിയിലും മത്ത് പിടിക്കാൻ പറ്റില്ല. അപ്പൊ ആ ദേവിയുടെ ആ ഒരു മദമ്പയായിരിക്കണ എന്റെ അമ്മ എന്റെ ഉള്ളിലാണ് ഇരിക്കുന്നത്. എന്റെ ഉള്ളിൽ നിന്ന് വരുന്ന ശത്രുക്കളാണ് മധുകൈടഭന്മാര്. എന്റെ എല്ലാ ശത്രുക്കളും എന്റെ ഉള്ളിലാണ്. അത് എപ്പോഴും ഒരു അസുരന്റെ രൂപം കൊണ്ട് നമുക്ക് വെളിയിൽ വന്ന് നമ്മളെ കർമ്മങ്ങൾക്ക് പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കണു. അതിനെ ഇല്ലാതാക്കാൻ ആര് വരണം? എന്റെ ആത്മശക്തിയായിരിക്കണം. അല്ലയോ അമ്മേ, അവിടെ വിളിക്കണം, എന്റെ അമ്മേ, എന്റെ ശത്രുക്കളെ നശിപ്പിക്കൂ. ശത്രുക്കൾ പുറത്തല്ല. നല്ലവണ്ണം ഉപാസകര് മനസ്സിലാക്കിക്കൊള്ളണം. ശത്രുക്കൾ എവിടെയാണ്? നമ്മുടെ അകത്താണ്, നമ്മുടെ ഉള്ളിലാണ്. വളരെ ശ്രദ്ധയോടെ ജീവിക്കണം. ശത്രുക്കൾ എപ്പോ വേണമെങ്കിലും നമ്മളെ ആക്രമിക്കാം. കാരണം ഇത് സംസാരമാണ്.
പുണ്യ പാപങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും എപ്പോൾ വേണമെങ്കിലും ശത്രു നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കാം. പക്ഷെ നമുക്ക് ആരുണ്ട് നമ്മുടെ കൂടെ? ദേവിയുണ്ട്. ആ ദേവിക്ക് ശരണാഗതി ചെയ്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല. അപ്പോ ഐ ജഗദംബ എന്ന് പറഞ്ഞാല് ജഗദംബികയായിരിക്കുന്ന ജഗജ്ജനനിയായിട്ടുള്ള അമ്മയെ, മദംബ എന്ന് പറഞ്ഞാൽ എന്റെ സ്വന്തം അമ്മയെ, ഒരു കുഞ്ഞിന്റെ അത്രയും പ്രിയമുള്ള വിളിയാണത്. അമ്മയോട് ചേർന്ന് നിന്ന് തന്റെ കളിപ്പാട്ടങ്ങളൊക്കെ മടുത്ത് എല്ലാം ഉപേക്ഷിച്ച് അമ്മയോട് ചേരാനുള്ള വെമ്പലില് ഒറ്റയ്ക്ക് വഴിയറിയാത്ത സ്ഥലത്ത് അകപ്പെട്ട ഒരു ജീവന്റെ വിളിയാണിത്. നമ്മൾ വഴിയറിയാത്ത സ്ഥലമാണ് ഇവിടെ, അല്ലെ? നമുക്ക് ഇവിടുന്ന് കന്യാകുമാരിയിലോ കാസർഗോഡൊക്കെ പോകാൻ വഴിയറിയാം. പക്ഷെ ഈ സംസാരം, ഈ പ്രപഞ്ചത്തിൽ വന്ന നമ്മള് എവിടെ നിന്ന് വന്നു എന്ന് നമുക്കറിയാമോ? എവിടേക്കാണ് പോകുന്നതെന്ന് അറിയാമോ? രണ്ടും നമുക്കറിയില്ല. ഇത് രണ്ടും അറിയുന്ന ഒരാളാണ് നമ്മുടെ കൂടെ ഇരിക്കുന്ന ഈ ഭഗവതി. അപ്പൊ ഈ ജീവൻ എന്താ പറയണത്? അമ്മ എനിക്ക് അറിയില്ല, അല്ലെ? വല്ലാത്ത വിഷമം. കാരണം ഇവിടെ ഒരുപാട് കളിപ്പാട്ടങ്ങൾ തന്നു പല ജന്മങ്ങളിൽ നമുക്ക് എല്ലാം കളിച്ചു കഴിഞ്ഞു, മതിയായി, അല്ലെ? ആ വഴിയറിയാത്ത സ്ഥലത്തു നിന്നുകൊണ്ട് ആ ജീവൻ അമ്മയെ വിളിച്ച് കേഴുകയാണ്, അമ്മ എന്നെ രക്ഷിക്കൂ. അപ്പൊ അതിനപ്പുറം ഒന്നുമില്ല. കാരണം എല്ലാത്തിന്റെയും കളിപ്പാട്ടങ്ങളുടെയൊക്കെ എത്രയാണത്, എത്ര കാലം കളിച്ചാലും എനിക്ക് എത്ര സന്തോഷം കിട്ടും, അത് എപ്പോഴതിനെ ഉപേക്ഷിക്കണം, എല്ലാം തിരിച്ചറിഞ്ഞ ഒരു ജീവൻ. അപ്പൊ ഇതെല്ലാം അറിഞ്ഞതിന് ശേഷം പറയാണ്, അമ്മ എന്നെ രക്ഷിക്കൂ, എനിക്ക് അമ്മ അല്ലാതെ ഇവിടെ ആരുമില്ല, ഇതിനപ്പുറം വേറെ ഒന്നുമില്ല. നല്ല കളിപ്പാട്ടങ്ങൾ തരുന്ന അമ്മയാണ്. നമുക്ക് നല്ല കളിപ്പാട്ടങ്ങൾ തന്നിട്ടുണ്ട്, നന്നായിട്ട് ജീവിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മുടെ പ്രവൃത്തി കൊണ്ട് അമ്മയെ നമ്മള് വന്നപ്പോ മറന്നുപോയി. കളിപ്പാട്ടങ്ങളിലായിരുന്നു നമ്മുടെ ശ്രദ്ധ മുഴുവനും. ആദ്യമൊക്കെ സന്തോഷത്തോടെ കളിച്ചു, പിന്നെ ജീവൻ ഇല്ലാത്ത കളിപ്പാട്ടങ്ങള്, പിന്നെ അമ്മയെ മറന്നു, അല്ലെ? അങ്ങനെ ജീവനുള്ള കളിപ്പാട്ടങ്ങളും ജീവനില്ലാത്ത കളിപ്പാട്ടങ്ങളും ഒക്കെ നമുക്ക് ഒരുപാട് തന്നു. വീടുകളായിട്ട്, വസ്തുക്കളായിട്ട്, ബന്ധുക്കളായിട്ട്, റിലേഷൻസ് ആയിട്ട്, അല്ലെ? എല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞു. ഭാര്യ, ഭർത്താവ്, കുട്ടികളെല്ലാം അമ്മ തരുന്ന കളിപ്പാട്ടങ്ങളാണെന്ന് അറിഞ്ഞോണം. ഇപ്പോഴും നമ്മൾ എന്താ ഓരോന്ന് തന്നുകൊണ്ടേയിരിക്കണം. പക്ഷെ എന്താ ഇപ്പൊ ഒരു ഭക്തന്റെ, ഒരു സാധനാ മാർഗത്തിൽ പ്രവേശിച്ച ഭക്തൻ എത്ര കളിപ്പാട്ടങ്ങൾ തന്നാലും അമ്മയെ മറക്കണില്ല. ഈ കളിപ്പാട്ടങ്ങളൊക്കെ കാലം പറിച്ചെടുക്കും അവന് തിരിച്ചറിയാം. പിന്നെ എന്താ, പട്ടട മാത്രമാകും അവലംബം. പിന്നെ അവിടെ ഇരുന്ന് നമ്മൾ കരയും. അമ്മ തന്ന കളിപ്പാട്ടങ്ങളെല്ലാം അമ്മയോട് ചേർന്ന് നിന്ന് കളിച്ചാല് സുഖം തരും, അല്ലെ? അത് നല്ല പാരമ്പര്യത്തിൽ ജനിച്ചെങ്കിൽ മാത്രമേ നമുക്ക് അതിനുള്ള ആ ഒരു അനുഗ്രഹം കിട്ടുള്ളൂ. അമ്മയാണ് കുഞ്ഞിന്റെ ലോകം. ഇതറിഞ്ഞാൽ എന്ത് കളിപ്പാട്ടം കളിക്കുമ്പോഴും നമുക്ക് അമ്മ കൂടെ ഉണ്ടാകും. എല്ലാ കളിയിലും അമ്മ ഉണ്ടാകുമ്പോഴാണ് ആ എന്താ പറയാ അകമഴിഞ്ഞ ആ ഒരു വിളി വരണത്, എന്റെ അമ്മേ, ദേവി, ഭഗവതി എന്നൊക്കെ വിളിക്കുന്ന ദേവി കദംബവനവാസിനിയാണ്, അല്ലെ? സുധാസിന്ധുവിലെ കദംബവനത്താൽ ചുറ്റപ്പെട്ട മണിദ്വീപത്തിലെ ചിന്താമണി ഗൃഹത്തിലാണ് അമ്മ ഇരിക്കുന്നത്. ഏതൊരാളിനെയും മയക്കുന്നത് നമുക്കറിയാം. ഹാസ്യമാണ്. സാധാരണ നവരസങ്ങളിൽ ശൃംഗാരമാണ് ഏറ്റവും ഉയർന്നതെന്ന് പറയാറുണ്ട്. പക്ഷെ അറിവിന്റെ ഔന്നത്യത്തിലാണ് ഹാസ്യരസം ഉണ്ടാകുന്നത്. എന്തിനെ കുറിച്ച് ഓർത്താ ഹാസ്യരസം ഉണ്ടാവുന്നത്? നമ്മൾ പറയില്ലേ, ഭഗവാൻ ചിരിക്കുന്നത് രണ്ട് കാര്യത്തിലാണെന്ന്. നമ്മൾ ഇതിനെക്കുറിച്ച് നേരത്തെ ഒരു പോസ്റ്റ് കണ്ടിരുന്നു, അല്ലെ? എപ്പോഴാ ഭഗവാൻ ഈശ്വരൻ ചിരിക്കുന്നത്? ഒന്ന്, നമുക്ക് ഈ ഭൂമിയിൽ ചെറിയ ചെറിയ മതിലുകൾ കെട്ടി 1 ഇഞ്ച് 1 സെന്റ് 2 സെന്റ് എന്നുള്ള ഭൂമിയിൽ എന്റേതെന്ന് തിരിച്ച് എന്താ പറയാ സ്വന്തം ബന്ധുക്കള് അതിനു വേണ്ടി വെട്ടി മരിക്കുമ്പോ, അല്ലെ, ഭഗവാൻ ചിരിക്കും. കാരണം എല്ലാം അമ്മയുടെയാണ്. എല്ലാം ഈ വിശ്വപ്രകൃതി മുഴുവനും ആരുടേതാണ്? ഈശ്വരൻ്റെതാണ്. അവിടെ എത്ര കാലം നമുക്ക് വെട്ടിപ്പിടിച്ചിരിക്കാൻ പറ്റും? അതിരുകൾ തിരിക്കാൻ പറ്റും? അതുകൊണ്ട് ഒരു പ്രാവശ്യം ഈശ്വരൻ ചിരിക്കും. പിന്നെയോ, ഒരു ആസന്ന നിലയിലുള്ള രോഗി ഓപ്പറേഷൻ തിയേറ്ററിൽ കിടക്കുമ്പോൾ ഡോക്ടർ രോഗിയോട് പറയണം, ഞാൻ രക്ഷിക്കാൻ നിന്നെ. അത് കേട്ട് അദ്ദേഹം ചിരിക്കും. ആര്? ഈശ്വരൻ. എന്താ കാര്യം? ഈ ജീവൻ എപ്പോൾ പോകണം, ഈ ജീവനെ എവിടെ വെക്കണം, എത്ര സമയം ഈ ഭൂമിയിൽ ജീവിക്കണം, എത്ര ശ്വാസം എടുക്കണം, എല്ലാം ഓൾറെഡി ഡെസ്റ്റിൻഡ് ആയിട്ട് വന്നതാണ്. അപ്പൊ ഡോക്ടർ എന്താ പറയണത്? ഞാൻ രക്ഷിക്കാം. അത് കണ്ട് ഈശ്വരൻ ചിരിക്കും. അപ്പൊ അമ്മയ്ക്ക് ഹാസ്യരസം എന്താ വരുന്നത്? അമ്മ എന്താ തമാശ പറഞ്ഞ് ചിരിക്കുകയാണോ? അല്ല, പാവപ്പെട്ട മക്കളുടെ വിഡ്ഢിത്തരം ഓർത്ത് അമ്മയ്ക്ക് ചിരി വരികയാണ്. കാരണം എന്താ? പാവ എന്റെ മക്കള്, ഞാൻ കൊടുത്ത കളിപ്പാട്ടം എന്നെ മറന്നുപോയി, അവര് കളിക്കുന്ന കണ്ടില്ലേ. എന്നിട്ട് ദുഃഖം വരുമ്പോഴും അവർ വീണ്ടും വീണ്ടും ഒട്ടകം മുള്ളു തിന്നുന്ന പോലെ എത്ര ദുഃഖങ്ങൾ വന്നാലും പിന്നെയും കടിച്ചു തുപ്പി പിന്നെയും ഇവിടെ വരാൻ ആഗ്രഹിക്കുന്നു. പാവം, അവർക്ക് എൻ്റെ അടുത്ത് വരണം എന്ന് തോന്നുന്നില്ലല്ലോ. അവരുടെ ആ കളി കണ്ട് അമ്മയ്ക്ക് ഒരു ഹാസ്യരസം ഉള്ളില്, അതാണ് ഹാസ്യരത എന്ന് പറയുന്നത്. അറിവില്
അറിവിന്റെ ഔന്നത്യത്തിലാണ് ഹാസ്യരസം ഉണ്ടാകുന്നത്. അപ്പൊ ആ ഒരു ഹാസ്യത്തില് രതിയുള്ളവൾ, ഹാസ്യത്തിലാണ് മായ. കാരണം അങ്ങനെ ഒരു ഹാസ്യരതയായിരിക്കുന്ന ദേവി ഏറ്റവും ഉയർന്ന ഹിമവാന്റെ ശിഖരത്തില്, ആ ഹിമാലയത്തിന്റെ ശിരസില് ശിരോമണിയായിരിക്കുന്ന അല്ലെങ്കിൽ കിരീടമായിട്ടുള്ള കൈലാസ മധ്യത്തില് തന്റെ വാസം ഉറപ്പിച്ചിരിക്കുകയാണ്. കൈലാസവാസിനിയായ ദേവി നമ്മുടെ ഓരോ ശരീരത്തിലും ആ ഒരു എന്താ പറയുക, സഹസ്രാര പത്മത്തില് ശിവനോട് ചേർന്നിരിക്കുന്ന ഭഗവതി. ശിഖരി ശിരോമണി തുംഗ ഹിമാലയ ശൃംഗ നിജാലയ മധ്യഗതേ. ഹിമവാന്റെ ഉന്നത ശൃംഗങ്ങളില് അലങ്കാരമായിരിക്കുന്ന കൈലാസത്തിന്റെ ആ കൈലാസത്തെ തന്റെ വാസസ്ഥാനമായിട്ട് മധ്യസ്ഥാനത്തില് ബൈന്ദവ സ്ഥാനത്തിൽ വസിക്കുന്ന അല്ലയോ ഭഗവതി, അത് ആ കുടുംബത്തിന്റെ, ശിവ കുടുംബത്തിന്റെ കുടുംബിനിയായിട്ടിരിക്കുന്നവളെ. ശിവകുടുംബിനി എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാറ്റിനെയും ഭരിക്കുന്നവള്. ശിവനാണ് ഈ പ്രപഞ്ചമായിട്ടിരിക്കുന്നത്. ആ ശിവ കുടുംബത്തില് ആ ശിവനെ കുടുംബസ്ഥനാക്കുന്നത്, ഗൃഹസ്ഥനാക്കുന്നത് ആരാ? ഭഗവതിയാണ്. അപ്പൊ ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് എന്താ? ശിവ കുടുംബമാണ്, മാതാജ പാർവതി ദേവി, പിതാദേവോ മഹേശ്വര, ബാന്ധവോ ശിവഭക്തശ്ച. ഈ പറയുന്ന ഭുവനത്രയം എന്ന് പറയുന്നതാണ് എല്ലാവരുടെയും ലോകം, അല്ലെ? അവിടുത്തെ കുടുംബിനിയായിട്ടിരിക്കുന്ന ആരാണ്? ദേവിയാണ്, എല്ലാറ്റിനെയും ഭരിക്കുന്നവള്. അപ്പോ ഈ ഒരു തുംഗ ഹിമാലയം വെഷ്ടിയില് പറയുമ്പോൾ നമ്മുടെ സഹസ്രാരമാണ്. സമഷ്ടിയില് ഭാരതഭൂമിയില് ഹിമാലയം എന്ന് പറയുന്ന പർവ്വതം, അവിടെയാണ് കൈലാസം. ശരീരത്തിൽ അഷ്ടചക്രങ്ങള്, ആ ഒരു അഷ്ടമ ചക്രത്തിലെ എത്തണമെങ്കിൽ ഓരോ ചക്രങ്ങളെയും കടന്നു പോകണം. നമ്മൾ ഷഡാധാരങ്ങളെ അറിഞ്ഞിട്ടുള്ളൂ. ഷഡാധാരങ്ങൾ എന്ന് പറയുന്ന ഭ്രൂമത്യം, ആജ്ഞാചക്രം കഴിഞ്ഞ ലലനാചക്രം, സഹസ്രാര ചക്രം, രണ്ടെണ്ണം കൂടെ ഉണ്ട്. 6+8 6+2 8 അല്ലെ? അതിനെയാണ് അഷ്ടാര ചക്രം എന്ന് പറയുന്നത്, 8 ചക്രങ്ങള്. അപ്പോ ഈ ലലനാ ചക്രവും സഹസ്രാര ചക്രവും ചേർന്ന അഷ്ടാര ചക്രങ്ങൾക്ക് ഉപരിതലത്തില് സംസ്ഥിതയായിരിക്കുന്ന ദേവി. തന്ത്രത്തിലെ ഷഡ്ചക്രങ്ങളെ പറയാറുള്ളൂ. അഷ്ടചക്രങ്ങൾ എന്ന് പറയുന്ന 2 സങ്കേതങ്ങളാണത്. സാധാരണ ഭ്രൂമത്യത്തിനപ്പുറം ഒരു ജീവന് തനിയെ, പിന്നുള്ളതെല്ലാം ദേവിയുടെ അനുഗ്രഹമാണ്. അതുകൊണ്ട് നമ്മൾ സാധാരണ ഭ്രൂമത്യം വരെ മാത്രമേ പറയാറുള്ളൂ. അപ്പോ അഷ്ടചക്രവാസിനിയായിരിക്കുന്ന ദേവി തന്റെ നിജ ആലയം, അമ്മയുടെ നിജാലയം എവിടെയാണ്? നിജാലയം എന്ന് പറഞ്ഞാൽ സ്വന്തം വീട്. നമ്മൾ പറയും എന്റെ സ്വന്തം വീട്, ഞാനിപ്പോ വാടക വീട്ടിലാണ് താമസിക്കുന്നത്, എനിക്ക് സ്വന്തം വീടുണ്ട്, അല്ലെങ്കിൽ എനിക്ക് സ്വന്തം വീട് വാങ്ങിക്കണം. നമ്മളെല്ലാവരും സ്വന്തം വീടും കൊണ്ടാ ഭൂമിയിൽ വന്നേക്കുന്നത്. ഏതാ നമ്മുടെ സ്വന്തം വീട്? ഈ ശരീരം, പഞ്ചഭൂതാത്മകമായിട്ടുള്ള ഈ ദേഹം തന്നെയാണ് നമ്മുടെ വീട്. ആ ആലയത്തില്, ആ ക്ഷേത്രത്തിലാണ് നമ്മൾ താമസിക്കുന്നത്, അല്ലെ? അപ്പോ ഈ നിജാലയം, ദേവിയുടെ നിജാലയം എവിടെയാണ്? സ്വന്തം ഭവനം സഹസ്രാര മധ്യത്തിലാണ് ദേവിക്ക് പ്രിയപ്പെട്ട ആ ഒരു ആലയം സ്ഥിതി ചെയ്യുന്നത്. ദേവി ശിവകുടുംബത്തിലെ കേന്ദ്ര സ്ഥാനീയാണെന്ന് അർത്ഥം. മധുമധുരേ എന്ന് പറഞ്ഞാൽ എന്താ? വസന്തകാല പുഷ്പങ്ങളിലെ തേൻ പോലെ മധുരമുള്ളവളെ. അവിടുന്നാണ് മധുകൈടഭന്മാരെ നിഗ്രഹിച്ചത്. മധുകൈടഭ വിദ്രാവി. നമ്മൾ ദേവിയോട് എന്താ പറയുന്നത്? രൂപം ദേഹി, ജയം ദേഹി, യശോ ദേഹി, ദിശോ ദേഹി. എനിക്ക് നല്ല രൂപത്തെ തരൂ, ജയം തരൂ, എന്റെ ശത്രുക്കളെ ഇല്ലാതാക്കൂ, അല്ലയോ അമ്മേ, അല്ലെ? അങ്ങനെയല്ലേ നമ്മൾ പറയുക ദേവി മഹാത്മ്യത്തില്. അപ്പൊ ദേവി മഹാത്മ്യത്തില് ചണ്ഡികയായിട്ടുള്ള ദേവിയാണ് മധുകൈടഭന്മാര്, അല്ലെങ്കിൽ ഭഗവാന്റെ കർണമലത്തിൽ നിന്ന് വന്ന 2 അസുരന്മാര്. ആ 2 അസുരന്മാരാരാണ്? ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു സാമാന്യ ജീവിതത്തില് അവരെയാണ് നമ്മൾ പ്രമാണ പ്രമേയ ദോഷങ്ങൾ എന്ന് പറയുന്നത്. പ്രമാണ പ്രമേയ ശങ്കകള്. ഏത് വിദ്യ നമുക്ക് കരഗതമാകുന്നതിന് മുമ്പ് ദേവിയെ ഉപാസിക്കണമെന്ന് പറയാൻ കാരണം എന്താ? നമുക്ക് മധുകൈടഭ ആ ഒരു നിഗ്രഹം ചെയ്ത് മധുസൂദനായിട്ട് വേണം നമുക്ക് വിദ്യ കരസ്ഥമാക്കാൻ. കാരണം പ്രമാണ പ്രമേയ ദോഷങ്ങൾ ഒരു ഉപാസകനെ ബാധിക്കാം. മനുഷ്യരെ തമ്മിൽ തെറ്റിക്കുന്നത് നമ്മുടെ കേൾവിയില് ആ ഇരിക്കുന്ന മധുകൈടഭന്മാരാണ്. നമ്മൾ പറയുന്ന ഒന്നായിരിക്കും, കേൾക്കുന്നത് ഒന്നായിരിക്കും, പ്രവർത്തിക്കുന്ന ഒന്നായിരിക്കും. കർണമലം, നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ചെവി എന്ന് പറയുന്ന കേൾവി. നമ്മൾ പറയുന്നതല്ല ആ കേൾക്കുന്ന ആള് മനസ്സിലായില്ലെങ്കിൽ എന്ത് പറ്റും? നമ്മൾ തമ്മിൽ പ്രശ്നം ഉണ്ടാവും. എന്നെ ഇങ്ങനെ പറഞ്ഞു, നമ്മൾ പറയുന്നതേ ആയിരിക്കില്ല, ഉള്ളിൽ ചിന്തിച്ചിട്ട് പോലും ഇല്ല. ഒരിക്കലും ഒരു കേൾവിക്കാരനും പറയുന്ന ആളിനെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് പറയുന്നത് വളരെ ശ്രദ്ധിച്ചു വേണം വാക്കുകൾ ഉപയോഗിക്കാൻ എന്ന്. അപ്പൊ മനുഷ്യരെ തമ്മിൽ തെറ്റിക്കുന്നത് എന്താ? നമ്മുടെ ചെവിയിൽ ഇരിക്കുന്ന മധുകൈടഭന്മാരാണ്. വാക്കിന്റെ അർത്ഥം ഇരിക്കുന്നത് പറയുന്നവനിലാണ്, കേൾക്കുന്നവനിലല്ല. അപ്പൊ പറയുന്നവൻ എന്താണ് അർത്ഥം എന്ന് നമ്മൾ പറയണം. അത് വിശ്വസിച്ചില്ലെങ്കിൽ നമുക്ക് വിട്ടുകളയാനേ പറ്റുള്ളൂ. വാക്കിന്റെ അർത്ഥം കേൾക്കുന്ന ആളിലല്ല, പറയുന്ന ആളിലാണ്.
നമ്മൾ കേൾക്കുന്നത് അതിന്റെ ഒരു 75% പോലും നമ്മൾ ഉൾക്കൊള്ളണില്ല. അപ്പൊ മധുരമായിട്ട് സംസാരിച്ച് വൈകാരികമായി പ്രേരിപ്പിച്ച് തെറ്റായ തലങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന ഇന്ദ്രിയ തലമാണ് ആ മധുകൈടപന്മാര്. നമ്മൾ പറയുന്നത് ഒന്നായിരിക്കും, അത് ശരിയല്ല എന്ന് അവർക്ക് തോന്നി അവരെന്തൊക്കെയോ ചെയ്യുന്നു നമുക്കെതിരായിട്ട്. അത് പറയുന്ന ആളിന്റെ കുറ്റാണോ? അല്ല. എന്തുകൊണ്ടാണ് നമുക്ക് അങ്ങനെ വരുന്നത്? ഈ പ്രമാണ പ്രമേയ ദോഷങ്ങളെ ഇല്ലാതാക്കുന്ന ദേവിക്ക് ശരണാഗതി ചെയ്തിട്ടില്ല. ഈ മധുകൈടപ ഭഞ്ജിനിയായിരിക്കുന്ന ദേവി മധുകൈടപനെ നശിപ്പിച്ച അല്ലയോ അമ്മേ കൈടവ ഗർജിനി. അപ്പൊ ഈ മധുകൈടവനെ കൊന്നവളെ, കൊന്ന് ഗർജിച്ചവളെ, അപ്പോ അല്ലയോ ദേവി, അപ്പോ രാസരഥേ, അപ്പൊ വിഷ്ണു ഭഗവാൻ, അതായത് വിഷ്ണുവിന്റെ രാസത്തിൽ രതിയുള്ളവളെ, ഹിമാലപുത്രിയായ അല്ലയോ ദേവി, ഈ അമ്മയെ വണങ്ങിയാൽ മാത്രമേ നമുക്ക് ഭദ്രം കർണേഭി ശൃണുയാമ ദേവ, നമ്മുടെ ഉള്ളില് എന്തും സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് കേൾക്കുക, നന്നായിട്ട് ഒരു അർത്ഥം വളച്ചു കെട്ടി. നമ്മൾ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ കൊണ്ട് ആളുകളെ വിഷമിപ്പിക്കാറുണ്ട് അല്ലെ. നമ്മളെല്ലാം വളരെ ട്രാൻസ്പെറന്റ് ആയിരിക്കുക. ദേഷ്യമാണെങ്കിൽ ദേഷ്യം, സ്നേഹമാണെങ്കിൽ സ്നേഹം. അവിടെ ഒരു ഉപാസകൻ ഏറ്റവും വേണ്ടത് എന്താണ്? ട്രാൻസ്പെറൻസിയാണ് അല്ലെ. എപ്പോഴും ശുദ്ധമായിരിക്കുക മനസ്സ്. പിന്നെ ആ കൽമഷം അവിടുന്ന് എടുത്തു കളയുക. ഈ ദേവി ഇരിക്കുന്ന ഹൃദയം, നമ്മുടെ മനസ്സ് എപ്പോഴും ശുദ്ധമായിരിക്കണം. അപ്പൊ അമ്മയെ അവിടെ ഇരുത്തി കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രമാണ പ്രമേയ ദോഷം വരില്ല. നമ്മളെ നല്ലതേ കേൾക്കൂ. നമ്മൾ അതിന് തെറ്റായ വ്യാഖ്യാനങ്ങൾ, ഇന്ന് ലോകത്ത് 95% വഴക്കുകളും ഭാര്യ ഭർത്തൃ ബന്ധത്തിലാവട്ടെ, മക്കളും അച്ഛനമ്മമാരാകട്ടെ, സമൂഹമാകട്ടെ, ഫ്രണ്ട്ഷിപ്പ് ആവട്ടെ, നോക്കൂ, എല്ലാം കേൾക്കുന്നതിൽ പറയുന്നതല്ല കേൾക്കുന്നത്. നിങ്ങൾ അങ്ങനെയാണ് വിചാരിച്ചതെന്ന് നമ്മളെ ഇങ്ങോട്ട് കുറ്റപ്പെടുത്തും. ഞാൻ കേട്ടതിന്റെ കുറ്റമല്ല, നിങ്ങൾ അങ്ങനെ പറഞ്ഞു. അപ്പൊ എന്താണ് പറഞ്ഞ ആൾ ഉദ്ദേശിച്ചതെന്ന് നിങ്ങൾക്ക് ഒരിക്കലും നമുക്ക് ഹൃദയം തുറന്ന്, ഹനുമാനെ പോലെ എന്താ പറയാ, രാമനെ സീതയെ നമുക്ക് ഹൃദയം വളർന്ന് കാണിക്കാൻ പറ്റുമോ? പറയാനല്ലേ പറ്റുള്ളൂ. അപ്പൊ അയാൾ അങ്ങനെ എടുക്കണമെങ്കിൽ എന്താ, അയാളുടെ ഉള്ളിൽ ദേവി ഇല്ല. നമുക്ക് ശ്രവണം ശരിയല്ല എന്നർത്ഥം. ഈ ദേവി നമുക്ക് എന്താ, ശരിയായിട്ടുള്ള കാഴ്ചശക്തി, ശരിയായിട്ടുള്ള കേൾവി എല്ലാം തരുന്ന മഹിഷാസുര മർദിനിയായിരിക്കുന്ന ദേവി അല്ലയോ അമ്മേ. അമ്മ വിജയിക്കൂ, വിജയിക്കൂ. ഓരോ ശ്ലോകത്തിലും പറയാ അമ്മ വിജയിക്കൂ. ഓരോ പ്രാവശ്യവും അമ്മയ്ക്ക് വിജയം പറയുമ്പോ ആരാ വിജയിക്കുന്നത്? അമ്മയെ ഭജിക്കുന്ന നമ്മൾ ഓരോരുത്തരും. നമ്മുടെ കേൾവി ശക്തി ശുദ്ധമായി, കാഴ്ചശക്തി ശുദ്ധമായി, നമ്മള് ജീവിത ഈ പന്ഥാവില് നമുക്ക് വിജയത്തെ മാത്രം തരുന്ന അമ്മ വിജയിക്കട്ടെ. കാരണം അമ്മ എന്ന് പറയുന്ന ആരാ? നമ്മൾ വിജയിക്കുക. അമ്മ എവിടെ ഇരിക്കണു അല്ലെ? ഹൃത് പത്മത്തിലിരിക്കുന്നു, ഹൃത് പുണ്ടരീകത്തിലിരിക്കുന്നു. അമ്മ വിജയിക്കട്ടെ എന്ന് പറയുമ്പോൾ ആ അമ്മ നമ്മുടെ അമ്മയാണ്. എന്റെ അമ്മ വിജയിക്കുമ്പോൾ ഞാൻ വിജയിച്ചതിന് തുല്യമാണ്. ഈ ഓരോ ശ്ലോകങ്ങളും പറയുമ്പോൾ എന്റെ വിജയമാണ് ഉറപ്പാക്കുന്നത്, എന്റെ കർമ്മബദ്ധമാണ് ശുദ്ധമാകുന്നത്, എന്റെ കിൽബിഷം, എന്റെ പാപങ്ങളാണ് ഇല്ലാതാകണമെന്ന് ഉറപ്പിച്ചറിഞ്ഞോളണം. കാരണം ഇല്ലെങ്കിൽ ചുമ്മാ വായിക്കുന്ന ഒരു സ്തോത്രം അല്ലിത്. ഓരോന്നും അമ്മ വിജയിക്കുക എന്ന് പറഞ്ഞാല് അമ്മ എവിടെയാണ് ഇരിക്കണമെന്ന് ആദ്യം മനസ്സിലാക്കണം. ഓരോ ഉപാസകന്റെയും ഹൃത്പത്മത്തിൽ അമ്മ ഇരിക്കുക. അപ്പൊ ആ ദേവി വിജയിച്ചാൽ ആര് ജയിച്ചു? ഞാൻ ജയിച്ചു. എന്നെ ഒരു ശത്രുക്കൾക്കും കീഴടക്കാൻ പറ്റില്ല. മധുകൈടപനാകട്ടെ, മഹിഷാസുരനാകട്ടെ, ശുംഭനിശുംഭനാകട്ടെ അല്ലെ. അപ്പൊ അവിടെ പരാജയമില്ലാത്ത ദേവി സദാ എന്റെ ഉള്ളില് വിളങ്ങട്ടെ. നമുക്ക് 4-ാമത്തെ ശ്ലോകം നോക്കാം. ഐശതഖണ്ഡ വിഖണ്ഡിതരുണ്ട വിതുണ്ടിത ശുണ്ഡഗജാധിപതേ രിപു ഗജഗണ്ഡ വിദാരണ ചണ്ഡ പരാക്രമ ശൗണ്ഡ മൃഗാധിപതേ നിജഭുജദണ്ഡ നിപാതിത ചണ്ഡ വിപാതിത മുണ്ട ഘടാധിപതേ ജയ ജയ ഹേ മഹിഷാസുരമർദിനി രമ്യകപർദിനി ശൈലസുതേ. ഇനി അടുത്തത് മഹിഷാസുരന്റെ സേനാനായകനായിരിക്കുന്ന രുണ്ടൻ, ശുണ്ടൻ, ചണ്ടൻ, മുണ്ടൻ എന്നിവർ ദേവിയോട് ഏറ്റുമുട്ടുന്നതാണ്. ഈ ശബ്ദങ്ങളുടെയൊക്കെ പ്രാധാന്യം നമുക്ക് അവസാനം നോക്കാം. കാരണം ഈ വാക്കുകൾ തന്നെ നമ്മുടെ ഉള്ളില് ഒരുപാട് തരംഗങ്ങൾ ഉണ്ടാക്കി ദേവതകളെ ഉത്തേജിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇതൊരു റൈമിംഗ് വേർഡ്സ് ആണ്. ഇതിനൊക്കെ ശബ്ദതലം എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിന്റെ സൃഷ്ടി ശബ്ദത്തിൽ നിന്നാണ്. അപ്പൊ നമ്മുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന അനേക ദേവതാ ശക്തികളെ ഉണർത്തിയാൽ മാത്രമേ ഈ മഹിഷമർദിനിയായിരിക്കുന്ന ദേവിയുടെ അടുത്തേക്ക് നമുക്ക് എത്താൻ പറ്റൂ. ഈ ഓരോ വാക്കുകളും ഇത് ശക്തിയോടുകൂടി തന്നെ പ്രൊനൗൺസ് ചെയ്യേണ്ട കാരണം ഇതാണ് ഈ രീതിയിൽ രചിക്കാൻ ഒരു കവിക്ക് സാധിച്ചെങ്കിലില്ല. ആ അമ്മയെ ആ ഒരു രണകളത്തില്, ആ യുദ്ധക്കളത്തിൽ നിൽക്കുന്ന രണദേവതയായിരിക്കുന്ന സാക്ഷാൽ ദുർഗാ പരമേശ്വരിയെ ദർശിച്ചെഴുതിയ സ്തോത്രം എന്നാണ് ഇത് പറയുന്നത്. പലരുടെയും വ്യാഖ്യാനത്തിൽ അങ്ങനെയാ പറയുന്നത്. അമ്മയെ ദർശിക്കാതെ ഇങ്ങനെ ഒരാൾക്ക് എഴുതാൻ പറ്റില്ല. കാരണം ഇത്രയും കറക്റ്റ് ആയിട്ട് വാക്കുകൾ വന്ന് അത് ദേവിയെ സ്തുതിച്ചുകൊണ്ട് ആ ഓരോ വാക്കിലും ആ ജീവന്റെ പെടച്ചില്,
എന്നെ രക്ഷിക്കൂ അമ്മേ, അല്ലയോ രണചണ്ഡികെ, ഈ സംസാര സാഗരത്തിൽ നിന്ന് എന്നെ രക്ഷിക്കൂ. യുദ്ധങ്ങളെല്ലാം ആന്തരികമാണ്, യുദ്ധങ്ങൾ പുറത്തല്ല, നമ്മുടെ ഉള്ളിലാണ്. നമുക്ക് എന്ന് അറിവ് വെച്ച കാലം അന്നു മുതൽ നമ്മൾ യുദ്ധകളത്തിലാണ് നിൽക്കുന്നത്. ഭഗവാൻ ഭഗവത്ഗീത ഉപദേശിച്ചത് അർജുനന് തോറ്റ് വിജയം ആളുകളുടെ മുഖത്ത് നോക്കാൻ പറ്റാതെ തന്റെ എന്താ പറയാ തന്റെ കഴിവുകളെല്ലാം മറന്ന അർജുനനാണ് ഭഗവാൻ അവിടെ 18 യോഗങ്ങളെ കൊടുക്കുന്നത്. അതുപോലെ ഈ ഭാവത്തിൽ നിൽക്കുന്ന ദേവി നമുക്ക് എന്താ തരുന്നത്? ഒരു ഉപാസകൻ തളർന്നു നിൽക്കുമ്പോൾ, ഉപാസനയിൽ ദേവിയെ കാണാൻ പറ്റുന്നില്ല, എനിക്ക് വിഷമങ്ങൾ വരുന്നു എന്റെ ജീവിത യാത്രയില്, അമ്മ എന്നെ രക്ഷിക്കൂ, എന്നെ ഒന്ന് രക്ഷിക്കൂ, എന്നെ വിജയിപ്പിക്കൂ. ആ ഒരു വിജയം നമ്മൾ എന്താ ഭഗവത്ഗീതയിൽ അവസാനം പറഞ്ഞത്? തത്രചിർ വിജയോർ ഭൂതിർ ധ്രുവാനീതർ മധുർമമ, എത്ര യോഗേശ്വര കൃഷ്ണോ എത്ര പാർത്ഥോ ധനുർധര. ഇപ്പൊ വിജയനായിരിക്കുന്ന അർജുനനും പാർത്ഥനായിരിക്കുന്ന ആ ഒരു പാർത്ഥൻ എപ്പോഴാണോ ഭഗവാന് ശരണാഗതി ചെയ്തിരിക്കുന്നത്, യോഗേശ്വരനായിരിക്കുന്ന കൃഷ്ണൻ അവന് അദ്ദേഹത്തിന് വിജയം മാത്രമേ കൊടുക്കൂ. ആരെ ഈ യോഗേശ്വരനായ കൃഷ്ണനും അർജുനനും? നമ്മൾ തന്നെ, ജീവാത്മാവും പരമാത്മാവും. അപ്പൊ നമ്മൾ അതിന് പേരുകൾ മാറ്റി കൊടുത്തേ ഉള്ളൂ. ഈ ദേവിയോട് നമ്മൾ എന്താ പറയുന്നത്? എന്നെ വിജയിപ്പിക്കൂ, അമ്മ വിജയിക്കട്ടെ എന്ന് പറയുകയാണ്. അപ്പൊ മഹിഷാസുരന്റെ സേനാ നായകന്മാരാണ് ആരൊക്കെ? ഈ പറയുന്ന രുണ്ടൻ ശുണ്ടനൊക്കെ. അപ്പൊ എന്താണ് അത് ആദ്യം പറയുന്നത്? ശതഖണ്ഡം, ശതഖണ്ഡ, അല്ലയോ അമ്മേ, അമ്മ എന്താ ചെയ്തത്? 100 കഷണങ്ങളായിട്ട് വിഖണ്ഡിത രുണ്ടൻ, വെട്ടി നുറുക്കപ്പെട്ട രുണ്ടൻ എന്ന അസുരൻ, വിതുണ്ടിതം, തുണ്ടങ്ങളാക്കപ്പെട്ട ശുണ്ടൻ, ശുണ്ട ഗജം, ശുണ്ടാസുരന്റെ ആനപ്പട, രിപുഗജ ഗണ്ഡ വിദാരണം, ശത്രുക്കളുടെ ആനകളുടെ കഴുത്ത് കടിച്ച് കീറി പിളർന്ന ചണ്ഡ പരാക്രമ ശൗണ്ഡ മൃഗം. ആരാണ് ഇതൊക്കെ ചെയ്യുന്നത്? ദേവിയുടെ വാഹനമായിരിക്കുന്ന സിംഹം, അല്ലെ? ഹിമവാൻ കൊടുത്ത സിംഹത്തിന്റെ പരാക്രമമാണ് ഇവിടെ പറയുന്നത്. തടുക്കാൻ പറ്റാത്ത പരാക്രമത്തോടു കൂടിയ സിംഹം. ഈ സിംഹം ദേവിയുടെ വാഹനമാണ്, അതിന്റെ അധിപതിയും ദേവിയാണ്. അപ്പൊ ഈ എന്താണ് ഈ സിംഹം ചെയ്യുന്നത്? ചണ്ഡ പരാക്രമ ശൗണ്ഡ മൃഗം, എല്ലാത്തിനും തടുക്കാൻ പറ്റുന്നില്ല. ദേവിയെ പോലെ തന്നെ പരാക്രമത്തോടുകൂടി സിംഹം നിൽക്കുകയാണ്. നിജ ഭുജദണ്ഡ നിപാതിത ചണ്ഡം, തന്റെ കൈക്കരുത്ത് കൊണ്ട് ഇടിച്ച് താഴെ തള്ളിയിട്ടപ്പെട്ട ചണ്ഡൻ എന്ന അസുരൻ. വിപാതിത മുണ്ടം, അതുപോലെ തന്നെ യുദ്ധത്തിൽ തോറ്റ് നിലത്ത് വീണ് കിടക്കുന്ന മുണ്ടൻ എന്ന അസുരൻ. ഭടാധിപതെ, തോൽപ്പിച്ചുകൊണ്ട് അവരുടെ സൈന്യത്തെയും കൂടി അധിപതിയാക്കി തീർത്ത അല്ലയോ അമ്മേ, അല്ലയോ ദേവി. എന്താണ് ഇതിന്റെ അർത്ഥം? കഷ്ണം കഷ്ണമായിട്ട് നുറുക്കപ്പെട്ട ശുണ്ടാസുരന്റെയും ജനങ്ങളെ കീഴ്പ്പെടുത്തിയവളെ, ശത്രു സൈന്യത്തെ ആനകളെയും ശത്രു സൈന്യത്തിന്റെ ആനകളെ ഓരോന്നിനെയും കഴുത്തിൽ കയറി പിടിച്ച് കടിച്ച് വധിച്ച തന്റെ വാഹനമായ സിംഹത്തിന്റെ നേതാവായവളെ, ഒരു മുഷ്ടി യുദ്ധത്തിൽ ചണ്ടമുണ്ടന്മാരെ അവരുടെ സൈന്യത്തെയും കീഴ്പ്പെടുത്തിയവളെ, ജടാധാരിയായിരിക്കുന്ന ഹിമവത് പുത്രിയായിരിക്കുന്ന മഹിഷാസുര മർദ്ദിനിയായ അല്ലയോ അമ്മേ, അവിടുന്ന് സദാ വിജയിച്ചരുളട്ടെ. ഇപ്പൊ രുണ്ടശുണ്ടന്മാരും ചണ്ടമുണ്ടന്മാരും ശുംഭ നിശുംഭന്മാരുടെ സേനാനായകന്മാര് ആയിരുന്നു. ദേവി മഹാത്മ്യത്തിൽ അവരെ കുറിച്ച് സൂചനകളുണ്ട്. 2ാമത്തെ ശ്ലോകത്തിൽ ദുർമുഖൻ ഇക്കൂട്ടത്തിൽ വരുന്നുണ്ട്. ബംഗാളിൽ ആഘോഷിക്കപ്പെടുന്ന നവരാത്രി അല്ലെങ്കിൽ ദുർഗാ പൂജ ഉത്സവത്തില് മഹിഷാസുരനോട് ദേവി ഏറ്റുമുട്ടുന്ന ആ ചിത്രമാണ് പൂജിച്ചു വരുന്നത്. നമ്മളെല്ലാം കണ്ടിട്ടുണ്ട് അല്ലെ, ആ മഹിഷാസുരനെ കൊല്ലുന്നത്. അപ്പൊ അതിൽ സിംഹത്തിന് വളരെ പ്രാധാന്യമുണ്ട്. സിംഹത്തിന്റെ പുറത്തായിരിക്കുന്നത്. അപ്പോ സിംഹത്തിന്റെ ആ മഹിഷാസുരനോട് ഏറ്റുമുട്ടുന്നത് സിംഹവും കൂടെയാണ്. ഇതിനകത്ത് കുറച്ച് ആന്തരികമായിട്ടുള്ള അർത്ഥങ്ങളുണ്ട്. നമുക്കത് അവസാനം നോക്കാം. കാരണം സിംഹം നിങ്ങൾക്ക് എല്ലാവരും അറിയാം, തിരിച്ചിടുമ്പോൾ ഹംസം എന്നാണ് അല്ലെ. ഹംസ, സോഹം ഹംസ, നമ്മുടെ പ്രാണശക്തി. നമ്മുടെ പ്രാണശക്തിയിലാണ് ആര് യാത്ര ചെയ്യുന്നത്? നമ്മുടെ ജീവാത്മാവ്. അപ്പൊ എപ്പോഴാണോ നമ്മുടെ ജീവാത്മാവ് പ്രാണനെ നിയന്ത്രിച്ച്, പ്രാണനെ, ഈ സ്ഥൂലമായിരിക്കുന്ന പ്രാണനും നമ്മള് അതിനെ എന്താ ശ്വാസം എന്ന് പറയുന്ന അകത്തോട്ട് പോകുന്ന വായുവിനെയാണ് നമ്മൾ ഈ ജീവാത്മാവുമായിട്ട് ചേർത്ത് പ്രാണൻ എന്ന് പറയുന്നത്. അപ്പൊ സൂക്ഷ്മമായിരിക്കുന്ന പ്രാണനും സ്ഥൂലമായിരിക്കുന്ന മനസ്സും, ഇത് രണ്ടും തമ്മിൽ വളരെ ബന്ധമുണ്ട്. പ്രാണനും മനസ്സും രണ്ടല്ല. മനസ്സ് പ്രാണനിൽ ലയിച്ച് ഈ പ്രാണനാണ് മരണസമയത്ത് ശരീരത്തെ വിട്ടുപോകുന്നത്. അപ്പൊ എന്താ ഈ കാണുന്ന ബഹളങ്ങളെല്ലാം തന്നെ സിംഹത്തിന്റെ പുറത്തിരിക്കുന്ന സിംഹവാഹിനി ശ്വാസത്തെ നിയന്ത്രിച്ച് യോഗബലത്തോടുകൂടി യോഗചര്യ ചെയ്യുന്ന ഓരോരുത്തർക്കും ദേവിയുടെ ശക്തി, ദേവി തന്നെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന നെഗറ്റീവ് എനർജികളെല്ലാം ഇല്ലാതാക്കുന്നതാണ് ഇത് പറയുന്നത്. അപ്പൊ സ്വന്തം അമ്മയെ വിളിച്ച്
തന്നിലുള്ള മഹിഷാസുര ആദികളെ നശിപ്പിക്കാനായിട്ട് തന്നിലേക്ക് വരണമെന്ന് സങ്കല്പിച്ച് ആ ഭാവത്തോടെ ചൊല്ലിയാൽ മാത്രമേ ദേവി പ്രത്യക്ഷമാകുള്ളൂ. ഇത് അനുഭവ സാക്ഷ്യമുള്ളതാണ്. കാരണം നമ്മുടെ ശ്വാസ നിയന്ത്രണത്തിലൂടെ എന്റെ ശ്വാസം ഞാനിന്ന് ശ്വസിക്കുന്ന ആര് കാരണ? ഈ ജീവാത്മാവ് ഉള്ളത് കൊണ്ടാണ് അല്ലെ. ആ ശ്വാസം നിലച്ചു പോയാല് എപ്പോഴും നമ്മുടെ പ്രാണൻ, അതായത് എപ്പോഴും ജീവാത്മാവ് വിട്ടുപോകുന്നു, അപ്പൊ പ്രാണൻ നിലയ്ക്കുന്നു. അപ്പൊ ഈ ദേവി ആരാ? നമ്മുടെ പ്രാണശക്തിയാണല്ലേ. ആ ദേവിയെ അങ്ങനെ വിളിക്കണം. പ്രത്യക്ഷമായിട്ട് ദേവി അനുഭവ സാക്ഷ്യം നമുക്ക് ഉണ്ടാക്കി തരും. നമ്മുടെ പ്രാണനാണെന്ന് അറിഞ്ഞ് വിളിക്കണം. അത്ര ആഴത്തില് ഭാവനയോടെ വിളിക്കണം അമ്മാന്ന്, അല്ലെ. ഐ ശതഖണ്ഡ വിഖണ്ഡിതരുണ്ട വിതുണ്ടിത ശുണ്ഠ ഗജാധിപതി. സാധകൻ എന്താ? സാധകൻ സാധന ചെയ്ത് മന്ത്രാക്ഷരങ്ങളെ ഉണർത്തണം. ഈ വരികൾ ചൊല്ലുമ്പോൾ മന്ത്രദേവതകൾ ഉണരുമെന്നാണ് സങ്കല്പം. അതുകൊണ്ടാണ് ഭാഷാശാസ്ത്രം പഠിക്കുമ്പോൾ ശബ്ദവിന്യാസം അല്ലെങ്കിൽ ഫെനറ്റിക്സ് എന്ന് പറയില്ലേ, അതിന് ഇത്രയും പ്രാധാന്യം കൊടുക്കുന്നത്. തെറ്റായിട്ട് മന്ത്രങ്ങൾ ചൊല്ലരുത്, തെറ്റായിട്ടുള്ള ഭാഷ ഉപയോഗിക്കരുതെന്ന് പറയാൻ കാരണം ഇതെല്ലാം മന്ത്രദേവതകളാണ്. 51 അക്ഷരങ്ങൾക്കും 51 ദേവതമാരുണ്ട്. അപ്പൊ സ്വരവിന്യാസ തന്ത്രം എന്നാല് സ്വരസ്ഥാനങ്ങളെ അറിയുക. അത് ആ സ്ഥാനങ്ങളിലൂടെ വേണം നമ്മൾ അക്ഷരങ്ങളെ ഉച്ചരിക്കാൻ. ഇല്ലെങ്കിൽ ഉച്ചാരണത്തിൽ വൈകല്യം ഉണ്ടാകും. ഉച്ചാരണത്തിൽ ഉണ്ടാകുന്ന വൈകല്യങ്ങൾ നമുക്ക് രോഗങ്ങളെ ഉണ്ടാക്കും. ഏത് ഭാഷയും കറക്റ്റായിട്ട് മാത്രമേ നമ്മൾ ഉച്ചരിക്കാവൂ. അതിനാണ് നമ്മൾ വിദ്യ അഭ്യസിക്കുന്നത്, അല്ലെ.